ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ മാസം 2026 വർഷം മൂവീസ് സീരീസ് റിലീസ് ഡേറ്റുകളെ കുറിച്ചാണ്, അതിൻ്റെ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. സോ 5 ആഴ്ചയുണ്ട് മെയ് മാസത്തിൽ, 5 ആഴ്ച. ആദ്യത്തെ ആഴ്ച നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് 1-ാം തീയതി 2-ാം തീയതി, ഈ 2 ദിവസങ്ങളുള്ളൂ ഈ ആഴ്ചയിൽ. ഇന്നൊന്നും ഇറങ്ങിയിട്ടില്ല, പക്ഷേ ഇന്നലെ വൺ ഓഫ് ദ മെയിൻ ബിഗ് റിലീസസ് ഓഫ് 2026 മെയ് പേഡ്രേറ്റ് സംഭവിച്ചിരിക്കുന്നു. സമ്മിശ്ര പ്രതികരണമായിട്ടാണ് പടം മുന്നോട്ട് പോകുന്നത്. ഐ ഫീൽ ലൈക്ക് എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് തോന്നിയില്ല പടത്തിന്, ബട്ട് ഹോപ്പ്ഫുള്ളി എന്താവുമെന്ന് അറിയാം. ഇന്നലെ തന്നെ ഗ്ലോറി എന്ന് പറഞ്ഞൊരു സീരീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നെറ്റ്ഫ്ലിക്സിൽ. ഇന്ത്യൻ കണ്ടൻസ് വളരെ വളരെ ശോകമായിട്ടാണ് വരുന്നത് ഇപ്പോൾ. സോ ഈ ആഴ്ച കഴിഞ്ഞു. 2-ാമത്തെ ആഴ്ച സിറ്റഡൽ സീസൺ 2 6-ാം തീയതി ഇറങ്ങുന്നുണ്ട്. 6-ാം തീയതി സിറ്റഡൽ സീസൺ 2. സീസൺ 1 ഞാൻ കണ്ടതാണ്, ഫോർ പ്രിയങ്ക ചോപ്ര ഓൺലി, ആൻഡ് ഇറ്റ് വാസ് എ വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് മണി ഞാൻ പറയുള്ളൂ സിറ്റഡലിനെ കുറിച്ച്. 8-ാം തീയതി ദൃഢം എന്ന് പറഞ്ഞ മലയാളം പടം ഇറങ്ങുന്നുണ്ട്. ഷെയ്ൻ നിഗം മെയിൻ നിറഞ്ഞായിട്ട് അഭിനയിക്കുന്നത്. പുള്ളിയുടെ കഷ്ടകാലം എന്നെങ്കിലും മാറട്ടെ. 8-ാം തീയതി ഷീപ്പ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് പടം ഇറങ്ങുന്നുണ്ട്. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രമിസാണ്. ട്രെയിലർ കണ്ടു നോക്ക്, പക്ഷെ പടം എങ്ങനെയാണെന്ന് വലിയ ഉറപ്പില്ല. 8-ാം തീയതി മോർട്ടൽ കോമ്പാക്ട് എന്ന് പറഞ്ഞ പടം ഇറങ്ങുന്നുണ്ട്. നമ്മുടെ ബുച്ചറായിട്ട് അഭിനയിക്കുന്ന പുള്ളിക്കാരനാണ് മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത്. മോർട്ടൽ കോമ്പാക്റ്റിന്റെ ഒരു പടവും ഞാൻ കണ്ടിട്ടില്ല, ബട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ട്രെയിലർ. 8-ാം തീയതി ഡോസ് എന്ന് പറഞ്ഞ മലയാളം പടം ഇറങ്ങുന്നുണ്ട്, സിജു വിൽസന്റെ. അപ്പൊ ഇതൊക്കെയാണ് 2-ാം ആഴ്ചയിലുള്ള റിലീസുകൾ. ഇനി 3-ാം ആഴ്ചയിലേക്ക് കിടക്കാം. പണിഷർ എന്ന് പറഞ്ഞൊരു സീരീസ് ഇറങ്ങുന്നുണ്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ 12-ാം തീയതി. പണിഷറിന് ഇറങ്ങണമെങ്കിൽ മുമ്പ് ഒരു യൂണിവേഴ്സിൽ ഡെയർഡെവിൽ ഉണ്ട്, പണിഷറിന്റെ ഫസ്റ്റ് സീസൺ ഉണ്ട്, ജെസിക്ക ജോൺസ് ഉണ്ട്, അയൺ ഫിസ്റ്റ് ഉണ്ട്, പിന്നെ വേറെന്തൊക്കെ ലൂക്ക് കേജ് ഉണ്ട്, പിന്നെ ഡിഫൻഡേഴ്സ് ഉണ്ട്. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആ ഒരു ടൈം സോണിൽ ഒരു എലമെന്റും, ഒരു മെറ്റീരിയലും, ഒരു 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 പീസ് ഓഫ് ഫിക്ഷനും ഞാൻ കണ്ടിട്ടില്ല. ഐ സ്കിപ്ഡ് ഇറ്റ് ഓൾ. കാരണം ഈ വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല, ബട്ട് അത് വളരെ നല്ല സംഭവം എന്നാണ് പറയുന്നത്. ഏജൻസ് ഓഫ് ഷീൽഡിന്റെ ഒരു എപ്പിസോഡ് ഞാൻ കണ്ട്, ബട്ട് മോസ്റ്റ്ലി ഞാനത് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തത്. പെഗി കാർട്ടറൊക്കെ, എനിക്ക് മാർവൽ സിനിമാറ്റിക്സ് യൂണിവേഴ്സിലെ പടങ്ങൾ ഇഷ്ടമാണ്, ബട്ട് അതിൻ്റെ ഒരു സീരീസ് ഇടയ്ക്ക് ഇറങ്ങിയപ്പോഴാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയത്. പണ്ട് പക്ഷെ അവിടെ അടിപൊളി സംഭവം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ സ്കിപ്പ് ചെയ്ത്. സോ അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. 14-ാം തീയതി സൂര്യയുടെ കറുപ്പ് ഇറങ്ങുന്നുണ്ട്. മേ ബി ജനനായകൻ ഇറങ്ങിയ പിന്നെ അതിൻ്റെ കാര്യം ഒരു തീരുമാനവും. പാവം സൂര്യ ഒരു ഹിറ്റ് അടിക്കാൻ നോക്കുമ്പോൾ ഇടക്കിടക്ക് മാറി കയറി വരും. ഭയങ്കര കഷ്ടകാലമാണ് സൂര്യക്ക്. ഓക്കെ, 14-ാം തീയതി മറ്റൊരു അടിപൊളി റിലീസ് വരുന്നുണ്ട്, അതിരടി. ടൊവിനോ ബേസിലിന്റെ മെയിൻ പടം അതിരടി. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പാട്ട് ട്രെയിലർ ഇറങ്ങിയിട്ടില്ല, ടീസർ ഇറങ്ങിയിട്ടുള്ളൂ. 15-ാം തീയതി ഹൊക്കും എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് പടം ഇറങ്ങുന്നുണ്ട്. 15-ാം തീയതി ഇൻ ദ ഗ്രേ എന്ന് പറഞ്ഞ പടം ഇറങ്ങുന്നുണ്ട്. ജെക് ജിലൻ ഹാൾ, ഹെൻറി കാവിൽ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് അഭിനയിച്ച ഗായ് റിച്ചിയുടെ പടമാണ്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി റിയലി ഇൻട്രസ്റ്റിംഗ്. 15-ാം തീയതി പതി പത്നി ഓർ ദോ എന്ന് പറഞ്ഞ പതി പത്നി ഓർ വോ എന്ന് പറഞ്ഞ പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു സീക്വലാണ് പതി പത്നി ഓർ ദോ. ആ കഥയായിട്ടൊരു ബന്ധമില്ല, ബട്ട് അതിന്റെ ഒരു ബാൻഡ് വാഗണിൽ റൈഡ് ചെയ്യുന്ന ഒരു പടമാണെന്ന് പറയാം. വെച്ചാൽ അതിന്റെ ഒരു കാശിൽ വീണ്ടും വീണ്ടും വരുന്ന ഒരു പടം, അങ്ങനെ പറയാം. 15-ാം തീയതി ബെർലിന്റെ സീസൺ 2 ഇറങ്ങുന്നുണ്ട്. ബെർലിൻ എന്ന് പറയുമ്പോൾ മണി ഹാസിൽ ബെർലിനില്ലേ, പുള്ളിക്കാരന്റെ സീരീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതിന്റെ സീസൺ 2 15-ാം തീയതി തന്നെയുണ്ട്. അതാണ് 3-ാമത്തെ ആഴ്ചയിലെ റിലീസുകൾ. 4-ാമത്തെ ആഴ്ചയിലെ റിലീസുകളാണ് ഇനി പറയുന്നത്. 4-ാമത്തെ ആഴ്ചയിൽ ആദ്യം തന്നെ ഞാൻ പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് അവൈറ്റഡ് ഫിലിം ഓഫ് ദിസ് മന്ത്, വൺ ഓഫ് ദ മോസ്റ്റ് അവൈറ്റഡ് ഫിലിം ഓഫ് ദിസ് ഇയർ ബൈ ഫാർ ഈസ് ദൃശ്യം 3. മലയാളത്തിന്റെ ദൃശ്യം 3 ഇതിറങ്ങിയിട്ട് വേണം ആ കോപ്പന്മാർക്ക് ഹിന്ദി കൊണ്ടേ ഉണ്ടാക്കാൻ. കാരണം ദാറ്റ്സ് ദേ നോ, അവർക്ക് അതേ അറിയുള്ളൂ. ഓൾവേസ് റീമേക്കിംഗ് ഒന്നും പറയാനുള്ള വായിരിക്കണം കേൾക്കണം. 21-ാം തീയതി നമ്മുടെ ഒറിജിനൽ ദൃശ്യം ഇറങ്ങുന്നുണ്ട്, ദൃശ്യം 3. ഐ ഹോപ്പ് ഇറ്റ്സ് ഗുഡ്. ദൃശ്യം ഈസ് വൺ ഓഫ് ദ ബ്രാൻഡ് നമ്മുടെ മലയാള സിനിമയില. 21-ാം തീയതി ബോർഗൺ എന്ന് പറഞ്ഞ സീരീസ് ഇറങ്ങുന്നുണ്ട് നെറ്റ്ഫ്ലിക്സിൽ. 22-ാം തീയതി മാൻഡലോറിയൻ ആൻഡ് ഗ്രോവ് ഇറങ്ങുന്നുണ്ട്. അതിന്റെ പടം ഇറങ്ങുന്നത്, സിനിമ ഇറങ്ങുന്നത് 22-ാം തീയതി. ഓൺലൈനിലാണ് റിലീസ്. ഓഫ് കോഴ്സ് 22-ാം തീയതി ലേഡീസ് ഫസ്റ്റ്, അതേതാണോ നെറ്റ്ഫ്ലിക്സിലൊരു പടമാണ് ലേഡീസ് ഫസ്റ്റ്, എനിക്കറിയില്ല. അതാണ് 3-ാമത്തെ ആഴ്ചയിലുള്ളത്. ഇനി 4-ാമത്തെ ആഴ്ച, ലാസ്റ്റ് ആഴ്ച ഒരു സംഭവം ഇറങ്ങുന്നുണ്ട്, സ്പൈഡർ നോയർ. 27-ാം തീയതി നമ്മുടെ നിക്കോളസ് കേജിന് സ്പൈഡർ നോയർ ആയിട്ട് വരുന്ന, ബ്ലാക്ക് ആൻഡ് വൈറ്റിലും കാണാം, കളറിലും കാണാം. സോ ഇഫ് യു വാച്ച് സ്പൈഡർമാൻ ഇൻ ടു ദ സ്പൈഡർ വേഴ്സ് എന്ന് പറഞ്ഞ സീരീസ്, സിനിമ ഫസ്റ്റ് സെക്കൻഡ് ഇറങ്ങിയിട്ടുണ്ട്, തേർഡ് ഇറങ്ങിയിട്ടില്ല. സ്പൈഡർ നോയർ എന്ന് പറഞ്ഞ ക്യാരക്ടർ വളരെ അടിപൊളിയായിട്ടുള്ള ക്യാരക്ടറാണ്. അതിന്റെ ബേസ് ചെയ്ത് ഒരു സീരീസ് ഇറങ്ങുന്നതാണ് സ്പൈഡർ നോയർ. It's going to be really good. I feel like it's one of the best
ഇൻ ദിസ് മന്ത്. 27-ാം തീയതി ഗുഡ് ഗേൾസ് ഗൈഡ് ടു മർഡർ സീസൺ 2 നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങുന്നുണ്ട്. ഗുഡ് ഗേൾസ് ഗൈഡ് ടു മർഡർ എന്ന് പറഞ്ഞ സീരീസിൻ്റെ സീസൺ 2 ഇറങ്ങുന്നുണ്ട്. നമ്മുടെ വെനസ്ഡേയുടെ കൂട്ടുകാരിയാണ് അഭിനയിക്കുന്നത് മെയിൻ നടിയായിട്ട്. 28-ാം തീയതി വൺ ഓഫ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പടം ഓഫ് ദിസ് മന്ത്, ബട്ട് എപ്പോൾ വേണമെങ്കിലും പാളിപ്പോവാമെന്ന് നിൽക്കുന്ന ഒരു സംഭവമാണ് കാട്ടാളൻ എന്ന് പറഞ്ഞ പടം. ആൻ്റണി വിൻസെൻ്റ് പെപ്പെ ആൻ്റണിയുടെ പടം. എനിക്കും ആ പടം ഇത്രയും മൗണ്ട് ചെയ്ത് ഇത്രയും കാശ് ഉണ്ടാക്കി അഭിനയിപ്പിച്ച ബട്ട് അഭിനയിക്കുന്ന ആൾ ആൻ്റണി വർഗീസ് ആണ്. പുള്ളിക്ക് കൊണ്ട് അത് പറ്റുമോ എന്നുള്ള കാര്യത്തിന് എനിക്ക് വലിയ ഉറപ്പില്ല കേട്ടോ. ജനുവലി ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന കാര്യം ആൻ്റണി വർഗീസ് ആണ് ഈ പടത്തിന് മെയിൻ നടൻ എന്നതുകൊണ്ടാണ്. പുള്ളി നല്ല നടനാണ്, പുള്ളി നല്ല കാലിബർ ഉണ്ട്. ബട്ട് ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റിന് മേ ബി ഉണ്ണിമുന്തൻ വാസ് വേ ബെറ്റർ ചോയ്സ്. ബട്ട് അവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടോ എനിക്കറിയില്ല. ബട്ട് ആൻ്റണി വർഗീസിനെ കൊണ്ട് പറ്റുമോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഐ ഹോപ്പ് he pulled it off. I hope he proves me wrong. So these are the movie series release dates of this month. ഈ മാസത്തെ മൂവി സീരീസ് റിലീസ് ഡേറ്റ് കണ്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ നന്ദി പറയുന്നു. ഉമ്മ.